കുസൃതി നിറഞ്ഞ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് നടി സുരഭി ലക്ഷ്മി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വികൃതി നിറഞ്ഞ തന്റെ അക്കാലത്തെ ചില ഓർമ്മകൾ. സുരഭിയടക്കം 4 പെൺമക്കളാണ് നടിയുടെ അമ്മയ്ക്ക്. സുരഭിയെ ഗർഭം ധരിച്ചിരിക്കെ അത് വേണ്ടെന്ന് വെക്കാൻ അമ്മ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. എന്നാൽ പിന്നീട് അമ്മയ്ക്ക് തന്നെ കുറ്റബോധം തോന്നി തന്നെ വളർത്താൻ തീരുമാനിക്കുകയായിരുന്നെന്നും സുരഭി അഭിമുഖത്തിൽ പറഞ്ഞു. "എന്നെപ്പോലെ ഒരു കുട്ടിയെ എനിക്ക് വളർത്താൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട്. എന്റെ അമ്മയുടെ 4ാമത്തെ കുട്ടിയാണ് ഞാൻ. ഏറ്റവും ഇളയ ആൾ. എന്നെ ഗർഭം ധരിച്ചിരിക്കെ അത് അലസിപ്പിക്കാൻ അമ്മ ഒരുപാട് ശ്രമിച്ചിരുന്നു. തോട്ടിൽ ചാടിയും അരിയിടിച്ചും എന്തൊക്കെ ഒരു ഗർഭിണി ചെയ്യാൻ പാടില്ലാത്ത അതെല്ലാം അമ്മ ചെയ്തു. 7 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറ്റബോധം തോന്നി. ഇങ്ങനെയെല്ലാം ചെയ്താൽ ശാരീരികമോ ബുദ്ധിപരമോ ആയ വൈകല്യമുള്ള കുട്ടിയാകുമോ ജനിക്കുക എന്ന് കരുതി അമ്മ പിന്നീട് എന്നെ സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ജനിച്ചു. കരച്ചിലും സഹിക്കാൻ പറ്റാത്ത സ്വഭാവമുള്ള കുട്ടിയായിരുന്നു ഞാൻ. ചേച്ചിമാരെ പഠിക്കാൻ സമ്മതിക്കില്ല. അവരുടെ പുസ്തകം വലിച്ചു കീറുക. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നും ചേച്ചിമാർ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ അമ്മയ്ക്ക് ഒഴിവ് കൊടുക്കാതിരിക്കുക എന്നിവയെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ചേച്ചിമാർ അന്ന് ചെറുതാണ്. 6ലും 8ലുമായിരുന്നു അവർ പഠിച്ചിരുന്നത്. ഞാൻ അവർക്ക് ശല്യമായപ്പോൾ ഇതിനെ കൊന്നാലോ എന്ന് അവർ തമ്മിൽ ഗൂഢാലോചന നടത്തുമായിരുന്നു. "നിന്നെ ഞങ്ങള് കൊല്ലും" എന്നവർ പറയും. കൊല്ലാൻ തീരുമാനിച്ച് എന്നെ കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് "വേണ്ട, പിന്നീട് കൊല്ലാമെന്ന്" പറഞ്ഞ് തിരികെ കൊണ്ടുവരും. ചേച്ചിമാർ തോട്ടിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ ഞാനും പിന്നാലെ പോകും. എന്നെ തോട്ടിൽ ഒരു വള്ളിയിൽ പിടിപ്പിച്ച് ഇരുത്തും. അത് പിടിച്ച് അവർ കുളിക്കുന്നതുവരെ ഞാൻ അങ്ങനെ ഇരിക്കും. 4ഓ 5ഓ വയസ്സേ അന്നെനിക്കുള്ളൂ. ആ വള്ളിയിലെ പിടുത്തം വിട്ട് പോയിരുന്നാൽ ഏതെങ്കിലും പുഴയിൽ പോയേനെ. അധികം വികൃതി കാണിച്ചാൽ എന്നെ വെള്ളത്തിൽ മുക്കി അവിടെ വെക്കും. തമാശയോടെ സുരഭി പറഞ്ഞു. കുട്ടിക്കാലത്ത് തന്റെ വികൃതി കൊണ്ട് ചേച്ചിമാർ ഇങ്ങനെയെല്ലാം ചെയ്തിരുന്നെങ്കിലും അവർ തന്നെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചിമാരുമായി നല്ല ബന്ധമാണെന്നും സുരഭി കൂട്ടിച്ചേർത്തു. 3ാം ക്ലാസ്സിൽ ആയിരുന്നപ്പോഴാണ് താൻ ശരിയായി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയതെന്നും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പോകാൻ മടിയായിരുന്നെന്നും സുരഭി പറഞ്ഞു. നഴ്സറിയിൽ ഞാൻ പോയിട്ടില്ല. നഴ്സറിയിൽ എന്നെ കൊണ്ടാക്കിയപ്പോൾ 2 ദിവസം കഴിഞ്ഞ് "എന്നെ കൊണ്ടുവരരുത്. ഉപ്പുമാവോ ഗോതമ്പോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം. ഇവളെ കൊണ്ടുവരരുത്" എന്നവർ പറഞ്ഞു. കാരണം അമ്മ പോയിക്കഴിഞ്ഞാൽ ഞാൻ നിലത്ത് കിടന്ന് കരച്ചിലായിരുന്നു. ഒരാൾ കരഞ്ഞാൽ നഴ്സറിയിലെ എല്ലാവരും കരയില്ലേ? അവർക്കതൊരു ശല്യമല്ലേ? അതുകൊണ്ട് കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞു. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ എനിക്ക് എന്നും വയറുവേദനയായിരുന്നു. 11 മണിയാകുമ്പോൾ തുടങ്ങും മടികൊണ്ടുള്ള വയറുവേദന. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയെ ടീച്ചർ വിളിച്ച് "സുരഭിക്ക് വയറുവേദനയാണെന്ന്" പറയും. അവൾ എന്നെ ബാത്റൂമിന്റെ അടുത്ത് കൊണ്ടുപോയി "നിനക്ക് വയറുവേദനയുണ്ടോ" എന്ന് നുള്ളിക്കൊണ്ട് ചോദിക്കും. ഉച്ചക്ക് ചോറുണ്ണാൻ പോകുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെ 1ലും 2ലും കാര്യമായി സ്കൂളിൽ പോയിട്ടില്ല. 3ൽ എത്തിയപ്പോഴാണ് സ്കൂളിലൊക്കെ പോകണമെന്ന തോന്നലുണ്ടായിപ്പോയി തുടങ്ങിയത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്, തമാശയായി സുരഭി പറഞ്ഞു.